ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 കഴിഞ്ഞ് +2ലേക്ക് കാലെടുത്ത വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇപ്പോൾ വാല്യുവേഷൻ ക്യാമ്പിൽ +1 വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റുകളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തെന്നല്ലേ. തീർച്ചയായിട്ടും ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. എടാ, ഡബിൾ വാല്യുവേഷൻ വരുന്ന പേപ്പറുകളാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങൾ. എന്നാൽ ഏറ്റവും വലിയ ഒരു സന്തോഷകരം എന്ന് പറയുന്നത് +1ൽ ഈ വിഷയങ്ങൾ എന്ത് തന്നെയാണ്, ഡബിൾ അല്ല, സിംഗിൾ വാല്യുവേഷനാണ്. സോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഏത് ഈവൻ കൊമേഴ്സ് സബ്ജക്റ്റുകളാണെങ്കിൽ പോലും വാല്യുവേഷൻ സിംഗിളാണ്. എന്നാൽ നിങ്ങൾ +2വിലെ പരീക്ഷ എഴുതി +2വിൻ്റെ പരീക്ഷാ പേപ്പറിൻ്റെ വാല്യുവേഷനാണ് നടക്കുന്നതെങ്കിൽ ഈ 3 സബ്ജക്റ്റുകളും ഡബിൾ വാല്യുവേഷൻ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ കുട്ടികൾ ഈ 3 വിഷയത്തിലും അങ്ങനെ റിവാല്യുവേഷന് കൊടുക്കാറില്ല, പകരം ഇംപ്രൂവ്മെൻറ്റിനാണ് കൊടുക്കാറുള്ളത്. ഇനി നിങ്ങളുടെ ടീച്ചേഴ്സ്, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ നിരവധി വാല്യുവേഷൻ ക്യാമ്പുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ തൊട്ടടുത്തൊരു മർക്കസ് ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇവിടെയൊക്കെ വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ട്. അവിടെയൊക്കെ ടീച്ചേഴ്സുകൾ പോകുന്നുണ്ട്, അവർക്ക് പേപ്പറുകൾ ലഭിക്കുന്നുണ്ട്. അവരത് ഈവനിങ് ആകുമ്പോഴേക്ക് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്, ഡെയിലി നടക്കുന്നുണ്ട്. അതായത് +1ൻ്റെ പേപ്പറുകൾ നോക്കി തുടങ്ങിയിരിക്കുന്നു. +2വിൻ്റെ വാല്യുവേഷൻസ് ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കുറച്ചും കൂടി 1-2 ദിവസം കൊണ്ട് +2 കംപ്ലീറ്റ് ആയിട്ട് തീരും. ഇനി ആകെ ഡബിൾ വാല്യുവേഷനുള്ള ഈ പേപ്പറുകൾ മാത്രമേ +2കാരുടേത് നോക്കാനുള്ളൂ. സ്വാഭാവികമായിട്ടും +1ൻ്റെ സിംഗിൾ വാല്യുവേഷൻ വരുന്ന പേപ്പറുകളൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പേപ്പേഴ്സിൻ്റെ വാല്യുവേഷൻ, ഈവൻ ടാബുലേഷൻസ് അടക്കം ഈ മാസം ലാസ്റ്റോട് കൂടി കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ജില്ലകളിലും തീർന്നിരിക്കും. ഈ ഏപ്രിൽ ലാസ്റ്റോട് കൂടി വാല്യുവേഷൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കും. സോ നെക്സ്റ്റ് ചോദ്യം, റിസൾട്ട് എന്നായിരിക്കും വരിക? അതെന്തായാലും SSLCയുടെ റിസൾട്ട് മെയ് 8-നുള്ളിൽ വരുന്നുണ്ട്. SSLC റിസൾട്ട് വന്ന് തൊട്ടടുത്തതിൻ്റെ ആഴ്ച, മീൻസ് രണ്ടാമത്തെ ആഴ്ച എന്ത് വരും, നമ്മുടെ +2 റിസൾട്ട് വരും. അത് കഴിഞ്ഞിട്ടാണ് +1ൻ്റെ റിസൾട്ട് വരിക. ഇപ്പോൾ വാല്യുവേഷൻ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ ഒരു ഊഹം വെച്ച് അവർ പറയുന്നത് ഒന്നുകിൽ മെയ് ലാസ്റ്റിലേക്ക് വരാം, അല്ലെങ്കിൽ സ്കൂൾ തുറന്ന ജൂൺ 1st വീക്കിലേക്ക് വരാം. രണ്ടിനും ചാൻസ് ഉണ്ട്. ഒന്നുകിൽ മെയ് ലാസ്റ്റിലേക്ക് വരാം, അല്ലെങ്കിൽ ജൂൺ 1st വീക്കിലേക്ക് നിങ്ങളുടെ റിസൾട്ട് പുറത്തുവിട്ടേക്കാം. ഒരു മാസത്തെ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. ഇനി വാല്യുവേഷൻ നമ്മൾ ഗവൺമെൻറ് ഒരു പടി മുന്നേ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരു നീണ്ട ഇടവേളയായിരുന്നു വന്നത്. ഇന്നാണ് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ്. കഴിഞ്ഞ വിഷു സംബന്ധിച്ചൊക്കെ, വിഷു, ഈസ്റ്റർ, ദുഃഖവെള്ളി ഇതൊക്കെ സംബന്ധിച്ചിട്ട് ഒരു നീണ്ട ഇടവേള വാല്യുവേഷൻ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേൻ്റെ മുമ്പേ നിർത്തിയിട്ടുണ്ട്. ഇപ്പം എന്തായി, ടീച്ചേഴ്സൊക്കെ തിരിച്ചു വന്നു, വാല്യുവേഷനൊക്കെ വീണ്ടും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. +1ൻ്റെ ഏതാനും വിഷയങ്ങൾ കൂടി മാത്രമേ ഇനി വാല്യൂ ചെയ്യാനുള്ളൂ. മേ ബി ഈ ഒരു മാസം ലാസ്റ്റോട് കൂടി കഴിയുമെന്നാണ് അധ്യാപകരുടെ വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടും +1ൻ്റെ റിസൾട്ട് മെയ് ലാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ജൂൺ 1st വീക്കിലേക്കോ വന്നേക്കാം. ഇനി നിങ്ങൾക്കറിയേണ്ടത്, സർ ഫിസിക്സ് വാല്യുവേഷൻ എങ്ങനെയാണ്, എല്ലാവർക്കും മാർക്കുണ്ടോ? കെമിസ്ട്രിയുടെ വാല്യുവേഷൻ എങ്ങനെയാണ്? കൊമേഴ്സ്, നമ്മുടെ അക്കൗണ്ടൻസി എങ്ങനെയാണ് വാല്യുവേഷൻ? നല്ല മാർക്കുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം കേരളത്തിലുടനീളം ഒരുപാട് വാല്യുവേഷൻ സെൻറ്ററുകളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വാല്യുവേഷൻ സെൻറ്ററിൽ പോകുന്ന ചില അധ്യാപകരെ മാത്രം കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നോക്കുന്ന പേപ്പറിൻ്റെ ഒരു ഫീഡ്ബാക്ക് മാത്രമേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ ടീച്ചേഴ്സ് പുറത്തിറങ്ങി വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെയുണ്ട് കുട്ടികൾക്ക് മാർക്കൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ കെമിസ്ട്രി ടീച്ചർ പറയുകയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് വെച്ചിട്ട് കേരളത്തിലെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തുതരാം, ഓരോ സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലെയുള്ള സയൻസ് സബ്ജക്റ്റുകളും, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ് പോലെയുള്ള കൊമേഴ്സ് സബ്ജക്റ്റുകൾ, സോഷ്യോളജി ഒക്കെ പോലെയുള്ള നമ്മുടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളുടെയൊക്കെ വാല്യുവേഷൻ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വാല്യൂ ചെയ്ത അധ്യാപകരുടെ ഒരു ഫീഡ്ബാക്ക് ഞാൻ വീഡിയോ ആയിട്ട് നൽകും. തീർച്ചയായിട്ടും തൊട്ടടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.